ഖാന് കേന്ദ്രസേനയുടെ സുരക്ഷ. ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. ഗവർണർക്ക് സെറ്റ് സുരക്ഷയും CRPF-ഉം. അമൽ തേനമറമ്പിലും കണ്ണൻ നായരുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം അമലിലേക്കാണ്. അമൽ, ശരി, അമലിലേക്ക് മടങ്ങി വരാം. കണ്ണൻ നായരാണ് വിവരങ്ങളുമായി ചേരുന്നത്. കണ്ണൻ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെടുകയാണ്. നേരിട്ട് ഉപരാഷ്ട്രപതിയും ആഭ്യന്തരമന്ത്രിയൊക്കെ വിഷയത്തിൽ ഇടപെടുന്നു. സെറ്റ് സുരക്ഷയിലേക്ക് മാറുകയാണ്. ഗവർണറുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യം കേന്ദ്രത്തെ അറിയിക്കുക, ഈ വിഷയങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുക എന്നുള്ളതായിരുന്നു. ആ കേന്ദ്രത്തെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെ CRPF-ന്റെ സുരക്ഷ അദ്ദേഹത്തിന് എത്തിയിരിക്കുന്നു. നേരത്തെ കേരള പോലീസിന്റെ സുരക്ഷയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി മുതൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തെ സേവിക്കുക CRPF ആയിരിക്കും. റിസർവ് സുരക്ഷയാണ് CRPF ഒരുക്കുന്നത്. അത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഉത്തരവ് ലഭിച്ചു എന്ന ട്വിറ്റിലൂടെ ഇപ്പോൾ ഗവർണർ തന്നെ അറിയിച്ചിരിക്കുന്നു. ഗവർണർ തന്നെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു. അതായത് തുടക്കം മുതൽ തന്നെ ഈ സംഭവം ഉണ്ടായ തുടക്കം മുതൽ തന്നെ ആദ്യം പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിക്കാൻ ഗവർണർ ആവശ്യപ്പെടുകയുണ്ടായി. തൊട്ടു പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഫോണിൽ ബന്ധപ്പെടാൻ ആവശ്യപ്പെടുകയുണ്ടായി. അതിനുശേഷം ഗവർണറെ ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറി വിളിക്കുകയും വിഷയങ്ങൾ അദ്ദേഹത്തോട് എത്തിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ സദാനന്തപുരത്ത് ആശ്രമത്തിലെ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ക്രമസമാധാന പ്രശ്നം എന്ന നിലയിൽ ഗവർണറുടെ സുരക്ഷ CRPF ഏറ്റെടുത്തിരിക്കുന്ന സെപ്പറേറ്റ് സുരക്ഷയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. തുടക്കം മുതൽ ഇവിടെ ക്രമസമാധാനം തകർന്നു എന്നുള്ള ധ്വനി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് തുടക്കം മുതൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് കൂടുതൽ ദേശീയ തലത്തിലേക്ക് എത്തിക്കാൻ ഗവർണർക്ക് സാധിച്ചു എന്ന് വേണം രാഷ്ട്രീയമായി വിലയിരുത്തുമ്പോൾ നമ്മൾ അനുമാനിക്കേണ്ടത്. ശരി, ശരി.